ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22-14 മുതൽ 23 വരെ. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട്. നിർണയിച്ചിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് പെസഹ ആചരിക്കുന്നതാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ പെരുന്നാളാണ് പെസഹ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു രാജ്യമായി തീർന്നതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും അവർ പെസഹ ആചരിക്കുന്നു. ഒരു പെസഹ കുഞ്ഞാടിനെ അറുക്കുകയും അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയും ചെയ്യും. ആ പെസഹ കുഞ്ഞാടിൻ്റെ ഇറച്ചി അവർ ചുട്ട് ഭക്ഷിക്കും. അതോടൊപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പം കഴിച്ച് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നു. 3 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്ന കർത്താവ് അവരോടൊപ്പം ഈ പെസഹ ആചരിക്കുവാനായി തയ്യാറെടുക്കുകയാണ്. പെസഹയുടെ പ്രത്യേകത ഇസ്രയേലിലുള്ള എല്ലാവരും ആ സമയത്ത് വീടിനുള്ളിലിരുന്ന് പെസഹ ആചരിക്കുകയായിരിക്കും, പെസഹ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഇത് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിക്കണം എന്നാണല്ലോ പഴയ നിയമത്തിലെ ഉപദേശം. അതുകൊണ്ട് എല്ലാവരും അവരുടെ വീട്ടിൽ ആ സമയത്ത് പെസഹ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ പുരുഷാരം കാണാതെ അറസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്നു, യേശുവിനെ കൊല്ലുവാൻ വേണ്ടി. അതിനുവേണ്ടി അവർ തക്കം പാത്തിരിക്കുകയായിരുന്നു. അതിന് പറ്റിയ ഒരു അവസരം അവർക്ക് വേണം. ആ സമയത്താണ് യൂദ അവരുടെ അടുത്ത് ചെന്ന്, ഞാനൊരു സമയം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു സാവകാശം ഉണ്ടായാൽ ഞാൻ നിങ്ങളോടത് പറയാം എന്ന് പറഞ്ഞ് അവരിൽ നിന്നും പണം വാങ്ങിയത്. പെസഹ ഭക്ഷണം കഴിക്കുന്ന സമയം അതൊരു നല്ല സാഹചര്യമാണ്. യേശു എവിടെയാണ് പെസഹ കഴിക്കുന്നത് എന്നറിയാമെങ്കിൽ അത് മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞാൽ മതി. കാരണം പെസഹ ഭക്ഷണത്തിൻ്റെ സമയത്ത് പുരുഷാരം ഉണ്ടാവില്ല. കാരണം എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് പെസഹ ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് യേശുവിനെ അറസ്റ്റ് ചെയ്താൽ പുരുഷാരം കാണുകയില്ല. വളരെ എളുപ്പം കാര്യം സാധിക്കാം. ഇത് ഒരു അവസരമായി യൂദാ കണ്ടിരുന്നു. പെസഹ ആചരിക്കുന്ന സമയത്ത് അതെവിടെയാണെന്ന് മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പറഞ്ഞു കൊടുത്താൽ മതി. അവർ പട്ടാളക്കാരെയുമായി വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊള്ളും. ഇതൊരു നല്ല പ്ലാനായി യൂദയ്ക്ക് തോന്നി. പക്ഷേ നമ്മുടെ കർത്താവിന് എല്ലാവരുടെയും മനസ്സറിയാമായിരുന്നു. യൂദ എന്താണ് ചിന്തിക്കുന്നതെന്നും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്താണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പെസഹ ആചരിക്കേണ്ട സ്ഥലം ഏതാണെന്ന് കർത്താവ് നേരത്തെ തന്നെ തീരുമാനിച്ചു. അതെവിടെയാണെന്ന് കർത്താവിന് കൃത്യം അറിയാമായിരുന്നു. പക്ഷേ കർത്താവ് ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ശിഷ്യന്മാരോട് പറഞ്ഞില്ല. മറിച്ച് പത്രോസിനെയും യോഹന്നാനെയും അവൻ അയക്കുകയാണ് യെരുശലേമിലേക്ക്. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഒരുക്കുവിൻ എന്ന് 8-ാം വാക്യത്തിൽ കാണുന്നു. എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചപ്പോൾ, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. ഇത് യേശു എല്ലാ ശിഷ്യന്മാരുടെയും മുമ്പിൽ വെച്ച്, അതായത് യൂദയും കേൾക്കെ, പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. യൂദയ്ക്ക് ഈ സ്ഥലം ഏതാണെന്ന് പിടികിട്ടിയില്ല. കാരണം യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത്, പത്രോസും യോഹന്നാനും പട്ടണത്തിൽ കിടക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു മനുഷ്യനെ കാണും,
ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. ഇത് ഒരുമാതിരി ട്രഷർ ഹണ്ട് പോലെയാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷേ യോഹന്നാനും പത്രോസിനും ഇത് കേട്ടപ്പോൾ അല്പം നീരസം ഉണ്ടായി കാണും. ഞങ്ങളോട് ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാലെന്താ, ഞങ്ങളത് നേരിട്ട് അവിടെ പോവുകയില്ലേ? കർത്താവ് അത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം അവരോടൊപ്പം ഒരു കള്ളനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. യൂദ ഈ അഡ്രസ്സ് കേട്ടാൽ അവൻ നേരെ പോയി മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പറയും. അവർ വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യും. യേശുവിനെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ യേശുവിന് സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനൊരു സമയമുണ്ട്. ഗെത്സമന തോട്ടത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ കർത്താവിന് പെസഹ ഭക്ഷണത്തിൻ്റെ സമയത്ത്, തൻ്റെ ശിഷ്യന്മാരുമായി അവസാനത്തെ പെസഹ കഴിക്കുന്ന സമയത്ത് മഹാപുരോഹിതന്മാരും പട്ടാളക്കാരും വന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് തനിക്ക് വേണ്ടായിരുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയാണ് താനിവിടെ പത്രോസിനോടും യോഹന്നാനോടും ഈ നിലയിൽ അഡ്രസ്സ് പറഞ്ഞത്. ഇനി പത്രോസിനെയും യോഹന്നാനെയും ഒന്ന് ശ്രദ്ധിക്കൂ. അവർ ഈ പട്ടണത്തിലെത്തിയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, വെള്ളം കുടം ചുമന്നുകൊണ്ട് പോകുന്നു. സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയാണ് അത് ഈ പുരുഷൻ ചെയ്യുന്നു. അവൻ്റെ പിന്നാലെ അവർ ചെന്നു. ആ വീട്ടിൽ കടന്നപ്പോൾ ഒരുപക്ഷെ വെള്ളം ചുമന്നയാളല്ല ആ വീട്ടുടമസ്ഥൻ, അയാൾ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക അവർക്ക് കാണിച്ചു കൊടുക്കും. അവർ കർത്താവിനെ അനുസരിച്ച് പോയപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. അതിന് പകരം അഡ്രസ്സ് പറയാതെ ഞാൻ ഒരടി പുറത്തേക്ക് വയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പത്രോസും യോഹന്നാനും പെസഹ ആചരിക്കേണ്ട സ്ഥലം കണ്ടെത്തുകയില്ലായിരുന്നു. ഇതാണ് കർത്താവിനെ അനുസരിക്കേണ്ടുന്നവർ ചെയ്യേണ്ടത്. അവർ കർത്താവ് പറയുന്ന കാര്യം അനുസരിക്കുക. അവർ കർത്താവിനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പും വയ്ക്കേണ്ട വഴി താൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്. കർത്താവിനെ അനുസരിക്കുമ്പോൾ താൻ നമുക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. ഇതൊക്കെ കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവരോട് കർത്താവ് അഡ്രസ്സ് പറയാതിരുന്നതിന് അവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. പലപ്പോഴും നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് നമ്മെ നയിക്കുന്ന വഴിയിലൂടെ നാം പോകുമ്പോൾ അതിൻ്റെ അവസാനം കർത്താവ് നമ്മെ ചൊവ്വയുള്ള വഴിക്ക് നടത്തി എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷേ കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കർത്താവ് ഇത്രയധികം താല്പര്യമെടുത്ത് ഈ പെസഹ ആചരിച്ചത് എന്തിനാണ് എന്നും താൻ പറയുകയാണ്. ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ കർത്താവിന് വളരെ ഇഷ്ടമുള്ള, താൻ വളരെയധികം പ്രതീക്ഷിച്ച, വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ശിഷ്യന്മാരോടുകൂടെ ഈ പെസഹ ഭക്ഷണം കഴിക്കുക എന്നത്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസരമാണ്. 3 വർഷക്കാലം തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഈ ശിഷ്യന്മാരെ വിട്ട് താൻ പോവുകയാണ്. താൻ കഷ്ടമനുഭവിച്ച് താൻ മരിച്ചു കഴിയുമ്പോൾ പിന്നീട് അവരുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിന് ഒരല്പം വ്യത്യാസമുണ്ടാവും. ഇനി അവർ കർത്താവിനെ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. അവർ ജഡശരീരത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ ജഡശരീരത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുമായിട്ടുണ്ടായിരുന്ന ബന്ധം അതിനൊരവസാനം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ഈ പെസഹ ഭക്ഷണം അവരോടൊപ്പം കഴിക്കുന്നത്. 15-ാം വാക്യത്തിൽ ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഭാവിയിൽ, അതായത് ഉടനെ, അടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. താൻ പ്ലാൻ ചെയ്തതുപോലെ, തനിക്കറിയാവുന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ 16-ാം വാക്യത്തിൽ അതായത് പെസഹ ദൈവരാജ്യത്തിൽ നിവൃത്തിയാവുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുക എന്നുള്ളത്. അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നും കർത്താവിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് താൻ പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ പെസഹ കഴിക്കും. ഇനി ഇങ്ങനെയൊരു അവസരം ഉണ്ടാകുന്നത് ദൈവരാജ്യത്തിൽ. അതെന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. വളരെ പണ്ഡിതന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, നാം ഒരുമിച്ച് ഇതുപോലെ സന്തോഷകരമായൊരു കൂട്ടായ്മ ഉണ്ടാകും എന്ന കാര്യവും കർത്താവിന് വളരെ ഉറപ്പുണ്ടായിരുന്നു. ഇനി ദൈവരാജ്യത്തിൽ പെസഹ നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പെസഹ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരെ വീണ്ടെടുത്ത ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പെസഹ.
ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശുശ്രൂഷയാണ് പെസഹ. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. മിസ്രൈമിലെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യജാതന്മാർ വീണ്ടെടുക്കപ്പെട്ടു. ഇതിൻ്റെ ഓർമ്മയാണ് പെസഹ. വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ചേർന്ന് ആ വീണ്ടെടുപ്പിനെ ഓർമ്മിക്കുന്നതാണ് പെസഹ. അപ്പോൾ ദൈവരാജ്യത്തിൽ പെസഹ നിവൃത്തിയാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് തന്നെ. ഭാവിയിൽ ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ചേർന്ന് അവരുടെ വീണ്ടെടുപ്പിനെ ഓർക്കും. ദൈവരാജ്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെയാണ് ആരാധിക്കുകയും വീണ് നമസ്കരിക്കുകയും ചെയ്യുന്നത്. കാരണം നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ആളുകളെ വിലയ്ക്ക് വാങ്ങി. ദൈവപുത്രൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ഭൂമിയിൽ വന്ന് താനൊരു പാപ പരിഹാര ബലിയാഗമായി മരിച്ചു. അതിൻ്റെ ഫലമായി തൻ്റെ മരണത്തിൽ വിശ്വസിച്ച് തന്നെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച ആളുകളുടെ കൂട്ടം, അവരാണ് വീണ്ടെടുക്കപ്പെട്ടവർ. അത് ചരിത്രത്തിലുടനീളം സംഭവിക്കുകയാണ്. എന്നാൽ അവസാനം കാലം തികയുമ്പോൾ ദൈവരാജ്യത്തിൽ ആ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ആളുകളും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തിരിഞ്ഞു നോക്കി അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിനെ ഓർക്കും. അത് ദൈവരാജ്യത്തിൽ സംഭവിക്കും എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഇത് ശിഷ്യന്മാർക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കറിഞ്ഞുകൂടാ. ഇത് നമുക്കും പൂർണ്ണമായി മനസ്സിലാകില്ല. കാരണം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതെങ്ങനെയായിരിക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം അവർ തിരിഞ്ഞു നോക്കി അവരുടെ പെസഹ കുഞ്ഞാടിനെ ഓർക്കും. അത് തീർച്ചയായും നിവൃത്തിയാകുവാൻ പോകുന്ന ഒരു കാര്യമാണ്. ദൈവം മുൻനിയമിച്ച, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം നീതീകരിച്ച, ദൈവം തേജസ്കരിച്ച ആളുകളെല്ലാവരും ഒരുമിച്ച് പെസഹ കുഞ്ഞാടിനെ ഓർക്കുന്ന ദിവസം. 17-ാം വാക്യത്തിൽ അതിനുശേഷം താനൊരു പാനപാത്രം എടുത്തു വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 17-ാം വാക്യത്തിൽ താനൊരു പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഇത് കർത്തൃമേശയുടെ ഭാഗമാണ് എന്ന് നാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ല. പെസഹ ഭക്ഷണത്തിനിടയ്ക്ക് 3-4 പ്രാവശ്യം ആളുകൾ പാനപാത്രം എടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. അത് പെസഹയുടെ ആചാരമാണ്. അത് ദൈവവചനമാണോ ഇല്ലയോ, ദൈവം പറഞ്ഞാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. കാരണം അത്തരം കാര്യങ്ങളൊന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ല. അതൊക്കെ അവരുടെ ആചാരമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് ഒരു പാനപാത്രം എടുത്തു. എന്നിട്ട് താൻ പറഞ്ഞത്, ഇത് മുന്തിരിവള്ളിയുടെ അനുഭവമാണ്, എന്ന് വെച്ചാൽ വീഞ്ഞാണ്. ഇതിൽ നിന്ന് നാം ഇപ്പോൾ കുടിക്കാൻ പോകുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കുകയില്ല, ദൈവരാജ്യം വരുവോളം. എന്താണ് ഈ മുന്തിരിവള്ളിയുടെ അനുഭവം? വീഞ്ഞിനെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അത് മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ യഹൂദന്മാർ ആഘോഷ അവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് വീഞ്ഞ്. നമുക്കറിയാമല്ലോ, വിവാഹ ദിവസം അല്ലെങ്കിൽ ഒരു സദ്യ നടത്തുമ്പോൾ, ഒരു ആഘോഷം നടക്കുമ്പോൾ അവർ വീഞ്ഞ് കുടിക്കും. സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ലക്ഷണമാണ് വീഞ്ഞ്. കർത്താവ് ഇവിടെ അതാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരോടുകൂടെ തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം താനത് ആഘോഷിക്കുകയാണ്. അതൊരു സന്തോഷ അവസരമാണ്. താൻ അതിനുവേണ്ടി വളരെ ആഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. പക്ഷേ ഇന്നു മുതൽ ദൈവരാജ്യം വരുമ്പോൾ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. നമുക്കറിയാം, തൻ്റെ മരണത്തെക്കുറിച്ചും അടക്കപ്പെടലിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. അതിനൊക്കെ മുമ്പാണല്ലോ ഇത് പറഞ്ഞത്. ഇതൊക്കെ സംഭവിക്കും. നാം വിചാരിക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതോടെ കർത്താവിൻ്റെ പ്രവൃത്തി തീർന്നു, തൻ്റെ ശുശ്രൂഷ തികച്ചു, താൻ കൃതാർത്ഥനായി. ദൈവം തനിക്ക് കൊടുത്തിരുന്ന ആ ശുശ്രൂഷ, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന ആ ശുശ്രൂഷ തീർന്നു. പാപ പരിഹാര ബലിയായി മരിക്കേണ്ട ആ ശുശ്രൂഷ അത് തീർന്നു. അതിനോട് ഇനി ഒന്നും ചേർക്കാനില്ല. എന്നാൽ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പരിപാടി മുഴുവൻ തീർന്നിട്ടില്ല. ഇത് ദൈവജനം തന്നിൽ വിശ്വസിച്ച തൻ്റെ മക്കൾ, അവർ തന്നോടൊപ്പം നിത്യതയിലായിരിക്കുന്ന സമയം, അതാണ് തൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം. കർത്താവ് പറയുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാണ്. ദൈവരാജ്യത്തിൽ ഒരു ദിവസം ഞാൻ നിങ്ങളോടുകൂടെ വീണ്ടും ആഘോഷിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുക? കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. വീണ്ടും വന്ന് തൻ്റെ മക്കളെ തന്നോട് ചേർക്കും.
നാം അതൊക്കെ പ്രതീക്ഷിക്കുന്നു, നല്ല കാര്യം. ആദിമസഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു. അവർ പരസ്പരം കാണുമ്പോൾ മാറനാഥ എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. എന്നാൽ നമുക്കറിയാം കർത്താവ് വന്നില്ല. 2000-ലധികം വർഷങ്ങളായി. ഇപ്പോഴും സഭ തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. സഭ കാത്തിരിക്കുന്നു. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ഈ പ്രപഞ്ചം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പാപം മൂലം ശപിക്കപ്പെട്ട ഈ ഭൂമിക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. അത് ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയുടെ സമയത്താണ് സംഭവിക്കുകയെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ പ്രകൃതി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവും തൻ്റെ മടങ്ങിയ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. താനും തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ മക്കളോട് ഒരുമിച്ച് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയും നമ്മുടെ കർത്താവും തൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ നാം അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത്, എൻ്റെ ആഘോഷം ഇനി തുടങ്ങുന്നത് ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴാണ്. അതുവരെ ഒരു ആഘോഷവുമില്ല. എന്ന് വെച്ചാൽ താൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയ സ്നേഹിത, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? കാത്തിരിക്കുന്നു ഞാൻ, കർത്താവ് വാനിൽ വന്നിടാറായി എന്നൊക്കെ പറഞ്ഞ് നാം പാട്ട് പാടാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം അത് തെളിയിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി താങ്കൾ കാത്തിരിക്കുന്നു എന്ന് താങ്കളുടെ ജീവിതം തെളിയിക്കുന്നുണ്ടോ? കർത്താവ് ഇവിടെ ഏതാണ് ചെയ്തത്? താൻ പറഞ്ഞു, ഞാൻ ഇനി ദൈവരാജ്യത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് വരെ മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കുകയില്ല. എന്ന് വെച്ചാൽ ഇനി അന്നാണ് എൻ്റെ ആഘോഷം. അതിനുശേഷം 10-ാം വാക്യത്തിൽ താൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. 19-20 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ എന്ന് നാം പറയുന്ന ആ കാര്യം. അത് പെസഹ ഭക്ഷണത്തിന് ശേഷമാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അപ്പം എടുത്തു കൊടുത്തു, പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അവിടെ തന്നെ പാനപാത്രത്തെക്കുറിച്ച് താൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. കർത്തൃമേശയെക്കുറിച്ച്, അതിൻ്റെ ആചാരത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം ആണ് നാം പഠിക്കേണ്ടത്. കാരണം സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ യഹൂദന്മാരുടെ പെസഹ ഭക്ഷണത്തിന് അവർ ചെയ്ത കാര്യങ്ങളും അതോടൊപ്പം കർത്താവ് കർത്തൃമേശ ഏൽപ്പിച്ചു കൊടുത്ത കാര്യം, ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ പെസഹയിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കർത്തൃമേശയിൽ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ധാരണ ചില ആളുകൾക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ തോന്നും. ഉദാഹരണത്തിന്, കർത്തൃമേശയ്ക്ക് പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കാമോ? പെസഹയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന ഒരു അപ്പം എടുത്ത് താൻ ശിഷ്യന്മാർക്ക് മുറിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇന്ന് കർത്തൃമേശ ആചരിക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പം തന്നെ വേണമെന്ന് വാശി പിടിക്കാമോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതേക്കുറിച്ചുള്ള ഉപദേശം നമുക്ക് നൽകിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലാണ്. അവിടുത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം, ഇതിൽ പങ്കെടുക്കുന്നവർ അവർ തങ്ങളെ തന്നെ ശോധന ചെയ്യണം. തങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് ശോധന ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് തീർത്ത് പങ്കെടുക്കണം. എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ, കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ചതിനെ ഓർക്കുവാൻ, അതിനു വേണ്ടി ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ശുശ്രൂഷ നൽകിയത്. ഇത് വളരെ ലളിതമായ ഒരു ശുശ്രൂഷയാണ്. ഒരു അപ്പം, ഒരു പാനപാത്രം, അതിൽ നിന്നും പല ആളുകൾ പങ്കെടുക്കുന്നു. ഇത് ചെയ്യുമ്പോൾ കർത്താവിനെയും തൻ്റെ മരണത്തെയും ഓർക്കണം. അതിൽ കൂടുതൽ അർത്ഥമൊക്കെ ഇതിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ചില ആളുകൾ പറയുന്നത്, ഈ പാനപാത്രത്തിൽ നാം പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അപ്പം നാം ഭക്ഷിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ ശരീരമായി, മാംസമായി മാറുന്നു എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവനാണ് നിത്യജീവനുള്ളതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അത് ഇതിൻ്റെ കാര്യമല്ലേ എന്നവർ വാദിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നുവെന്ന്. അത് പറഞ്ഞ ഉടനെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കർത്താവ് തടി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള ഒരു വാതിലായി മാറിയോ? കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. എപ്പോഴെങ്കിലും താൻ ആടിനെ തീറ്റുന്ന ഒരു ഇടയനായി മാറിയോ?
ആലങ്കാരികമായി പറഞ്ഞ കാര്യങ്ങളെ ആക്ഷരികമായി എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുഴപ്പം സംഭവിക്കുന്നത്. ബൈബിളിൽ ഒരിക്കലും കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത ഈ ശുശ്രൂഷയിൽ അപ്പം തൻ്റെ മാംസമായി മാറുമെന്നും പാനപാത്രം തൻ്റെ രക്തമായി മാറുമെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നവർ തൻ്റെ ശരീരത്തെക്കുറിച്ചും തൻ്റെ രക്തത്തെക്കുറിച്ചും ഓർക്കണം, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പല ആളുകളും കർത്തൃമേശ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴാണ് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വാദിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നത് കർത്തൃമേശ എല്ലാ ആഴ്ചയും ചെയ്താൽ വലിയ കുഴപ്പമാണ്, കാരണം അതിനോടുള്ള ഭക്തി ഇല്ലാതെയാകും. അങ്ങനെയുള്ളവരോട് എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കരുത്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കരുത്. അതിനോടുള്ള ഭക്തി ഇല്ലാതാകില്ലേ, അതിൻ്റെ വില കുറയില്ലേ? അതൊരു ബാലിശമായ ആർഗ്യുമെൻ്റ് എന്നേ പറയാനുള്ളൂ. 1-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ അവർ കൂടി വന്നപ്പോഴൊക്കെയും ഇത് ചെയ്തിരുന്നു എന്ന് വായിക്കുന്നു. പിന്നീട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇത് ചെയ്തിരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പങ്കെടുക്കുക, എങ്ങനെ പങ്കെടുക്കുന്നു, എങ്ങനെ അപ്പം ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പാനപാത്രം കുടിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് ചെയ്യുമ്പോൾ നാം എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ മനോഭാവം എന്താണ്, അതാണ് പ്രധാനം. വിവേചിക്കാതെ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുകയും പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയ അപകടമാണെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ മറുവിലയായി തന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് എന്ന ഭക്തിയോടുകൂടി വേണം ഈ പാനപാത്രത്തിൽ നിന്നും ഈ അപ്പത്തിൽ നിന്നും പങ്കെടുക്കാൻ. അത് നമുക്ക് അവനോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ലളിതമായ ശുശ്രൂഷ നമുക്ക് നൽകിയത്. ഒന്ന് ഓർത്തു നോക്കിയാൽ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭക്ഷണം കഴിക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുന്നവർക്കും ഇത് ആചരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് ഇത് വളരെ ലളിതമാക്കി വെച്ചത്. ആർക്ക് വേണമെങ്കിലും ഇത് ആചരിക്കാം. പക്ഷേ ആചരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് ഉള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ കർത്താവ് യൂദയെക്കുറിച്ചും പറയുകയാണ്. അവിടെ താൻ പറയുന്നു, നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ചിലർ പറയുന്നത് യൂദ ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നടക്കുകയില്ലായിരുന്നു എന്നാണ്. കർത്താവ് അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രൻ കൊല്ലപ്പെടണം എന്നുള്ളത് ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യമാണ്, അത് സംഭവിക്കും. പക്ഷേ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്, അത് അവൻ്റെ തീരുമാനമാണ്. അവൻ അയ്യോ കഷ്ടം. ദൈവം നിർണയിച്ചിരിക്കുന്നത് കൊണ്ടല്ല അവൻ അയ്യോ കഷ്ടം, മറിച്ച് അവൻ്റെ പ്രവൃത്തി നേരുള്ളതല്ല, അവൻ്റെ പ്രവൃത്തി അനീതിയുള്ളതാണ്, അതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. ദൈവം കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്നു, സംശയമില്ല. പക്ഷേ മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് മനുഷ്യനാണ് ഉത്തരവാദി. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് പൈസ വാങ്ങിയെങ്കിൽ അവനാണ് അതിന് ഉത്തരവാദി, ദൈവമല്ല. നമ്മുടെ ജീവിതത്തിലും നാം മനഃപൂർവ്വമായി ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് ഇത് ദൈവം നിർണയിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തികൾക്ക് നാമാണ് ഉത്തരവാദി. ദൈവം മുമ്പാകെ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്നു, അതവൻ നിവർത്തിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾക്ക് നാം ഉത്തരവാദികളായിരിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ലളിതമായ ശുശ്രൂഷയെ ഭക്തിയോടെ പൂർണ്ണ ഗൗരവത്തോടെ ആചരിക്കാം. നമുക്ക് വേണ്ടി തൻ്റെ ശരീരം തകർത്ത് കളയുവാൻ മനസ്സുവെച്ച, തൻ്റെ രക്തം ഒഴുക്കി കളയാൻ മനസ്സുവെച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം.